ടേസ്റ്റി ഹാൻഡ്സിൻ്റെ മറ്റൊരു വിഭവം കൂടെ ഞാനിവിടെ പരിചയപ്പെടുത്തുന്നു. നമുക്ക് മധുര മാങ്ങ പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. അടുപ്പ് കത്തിച്ചു, കലം വെച്ച് മാങ്ങ, നമ്മുടെ ചെനച്ച മാങ്ങ ഉണ്ടല്ലോ, ചെനച്ച മാങ്ങയാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അതിങ്ങനെ പൊട്ടി തന്നെ അരിയണം കേട്ടോ, അപ്പോഴാണ് ആ ടേസ്റ്റ് വരുള്ളൂ. അല്ലാതെ നമ്മൾ മുറുക്കി വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. പൊട്ടി തന്നെ അരിഞ്ഞിട്ട് മാങ്ങ ഏകദേശം ഒരു 1.5 കപ്പ് മാങ്ങയുണ്ട്. അത് പഴുക്കാനും പാടില്ല, പച്ച കളർ മാറും വേണം. ഇനി അതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കണം. പിന്നെ വേറെ ഒന്നുമില്ല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പിടാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന മധുരപ്പച്ചടിയാണ്. പച്ചടി എന്ന് പറയുമ്പോൾ നമ്മൾ മോരൊക്കെ ഒഴിച്ചിട്ട് ആണ് നമ്മളെല്ലാവരും ചിന്തിക്കുക. ഇത് മോരൊന്നും ഒഴിക്കുന്നില്ല, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. ഇനി ഇതൊന്നും വേണ്ട, ഇതൊന്ന് നന്നായി തിളച്ച് വറ്റി വരണം. വറ്റി വന്നതിന് ശേഷം നമുക്ക് 1-ാം പാൽ ഒഴിക്കാം. അവിടെ ഇന്ന് വറ്റട്ടെ. അപ്പോൾ 1-ാം പാൽ ഒഴിച്ചിട്ട് നന്നായി വറ്റി, മാങ്ങയൊക്കെ നന്നായി വെന്തു. ഇനി നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം. വളരെ കുറച്ചിട്ടാൽ മതി. മധുരം ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ച്, മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം, കുറച്ച് വേണ്ടവർക്ക് കുറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ പഞ്ചസാരയുടെ മധുരവും മാങ്ങയുടെ പുളിയും എല്ലാം കൂടെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അത് കഴിഞ്ഞു. ഇനി നമുക്ക് തൻപാൽ ഒഴിച്ചു കൊടുക്കാം. ഇത്രയും പരിപാടിയുള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ആദ്യത്തെ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് തിളയ്ക്കണ്ട, നമുക്ക് ഇനി താളിക്കാൻ വേണ്ടി എടുത്ത് വയ്ക്കാം. താളിക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. ചട്ടി ചൂടായി. ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിടണം. കടുക് പൊട്ടി തുടങ്ങി. ഇനി ഇത് വേപ്പിലയും ഉണക്കമുളകുമാണ് കേട്ടോ. സാധാരണ നമ്മൾ കറികളൊക്കെ താളിക്കുന്ന പോലെ തന്നെ വേപ്പിലയും ഉണക്കമുളകും ഇട്ട് താളിക്കുക. മാമ്പഴ മധുരപ്പച്ചടി നിങ്ങളൊക്കെ ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നല്ല ടേസ്റ്റി സാധനമാണ്. എല്ലാവരും ഓണത്തിന് ഈ മാമ്പഴ മധുരപ്പച്ചടി ഒന്ന് ഉണ്ടാക്കി നോക്കണം. മുഴുവൻ പഴുത്ത മാങ്ങയല്ല കേട്ടോ, ചെനച്ച മാങ്ങ കൊത്തി അരിഞ്ഞിട്ട് ഉണ്ടാക്കണം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.